എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ. അമ്മയും അനിയത്തിയും അമ്മമ്മയും കൂടിയും കാശിനെയും തേജിനെയും കാണാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് അവർ വന്നതിന് ശേഷമുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരെ കണ്ട സന്തോഷത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കൊലായിലിരുന്ന് സംസാരിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ തൊട്ടിലിൽ നിന്ന് തേജുവിനെ എടുത്തു കൊണ്ടുവന്ന് കൊടുത്തത്. അതാണ് തേജു ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. കാശിമോനാണെങ്കിൽ വിളിച്ചിട്ട് ഇവരെ അടുത്തേക്ക് വന്നതേ ഇല്ല. അവന് ഫോണും കൊണ്ടുപോയി. അവിടെ നിന്നപ്പോൾ അമ്മമ്മ എന്നും പറഞ്ഞ് നടന്ന ഇവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ടപ്പം ആൾ തനി നിറം മാറിയെന്ന് പറയുന്നത് നല്ലത്. സത്യം പറഞ്ഞാൽ ഇവർ വന്നു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പണ്ട് നമ്മൾ അമ്മയുടെ വീട്ടിലൊക്കെ നിന്നിട്ട് തിരിച്ച് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകൂലേ, അതേ ഒരു സങ്കടം എനിക്ക് സത്യം പറഞ്ഞാൽ വന്നു കേട്ടോ. എനിക്ക് അവരെ കൂടെ പോകാനായിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഷൈജേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും പ്രബിന ലൈഫ് സ്റ്റൈൽ വ്ലോഗിലേക്ക് സ്വാഗതം. കാശി അങ്കലാടി പോവാം കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടാക്കാൻ പോവാം. തേജീൻ്റെ പാപ്പൻ്റെ വീട്ടിലാക്കാൻ വേണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാം. ഹായ് പറയല്ലാരെ, സുഖാണോ ഉച്ചക്ക്? ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പറയും. ഞങ്ങൾ വന്നതിന് ശേഷം കാശീനെ അംഗൻവാടിയിൽ കൊണ്ടാക്കിയത് ഷൈജേട്ടൻ അമ്മി തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടാൾക്കും പണി തുടങ്ങി, രണ്ടാളും പണിക്ക് പോയി. ഇനി മുതൽ കാശീനെ അംഗൻവാടിയിൽ കൊണ്ടാക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഇനിയിപ്പോൾ എൻ്റേതാട്ടോ. ഇത് കാശീൻ്റെ അംഗൻവാടീൻ്റെ ഉള്ളിലുള്ള ജെറി ആട്ടോ. കാണുമ്പോൾ പഴുത്തിരിക്കുന്നു വിചാരിക്കും, പക്ഷെ പച്ചയാണ്, ഭയങ്കര പുളിയാട്ടോ. പിന്നെ കാശീൻ്റെ അംഗൻവാടി ഇതാ പെയിൻ്റ് അടിച്ച് ചിത്രമൊക്കെ വരച്ച് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. തേജുവിനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മീൻ കറി വയ്ക്കണം, പാത്രം കഴുകണം, അടിച്ചേരി തുടയ്ക്കാനും ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് തൊഴിലുറപ്പ് ഉള്ളതുകൊണ്ട് രാവിലെ ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ തലേന്നത്തെ മീൻ കറിയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെയുള്ള ഫ്രിഡ്ജിൽ കുറച്ച് മീനുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് കറി വയ്ക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിലുള്ള മീൻ കറി കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ കുടംപുളി ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ കന്നിമൂലയിൽ കുടംപുളി ഉണ്ട്. അപ്പോൾ ഇത് അമ്മ അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടാട്ടോ ഉണക്കാറ്, പുകയൊന്നും കൊള്ളിക്കാറില്ല. എന്നാലും ആ ഒരു കുടംപുളി നല്ല പുളി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തോന ഇടണമെന്നേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന മീൻ കറിയേക്കാൾ കൂടുതലൊക്കെ ഇഷ്ടം എൻ്റെ അമ്മ വയ്ക്കുന്ന മീൻ കറി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മമ്മ വയ്ക്കുന്ന മീൻ കറി നല്ല ടേസ്റ്റാട്ടോ തിന്നാൻ. ചില സമയത്ത് എൻ്റെ അമ്മമ്മ വയ്ക്കുന്ന ചിലപ്പോൾ വെള്ളം പോലത്തെ കറിയാവും, പക്ഷേ അതും കൂട്ടി ചോറ് എത്രയാ തിന്നണമെന്ന് അറിയില്ല, അത്രയ്ക്കും പുളിയും ഉപ്പൊക്കെ നല്ല കണക്കാക്കിയിട്ടിടും കേട്ടോ. അപ്പോൾ തക്കാളിയും മുളകൊക്കെ നല്ല ഇതിൽ വെന്ത് തിളച്ച് വരട്ടെ. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കാശിക്ക് മിഠായിക്ക് പകരം ഫ്രൂട്ട്സ് മതി പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഈ ലേസ് കുഞ്ഞുമോക്കും പൊന്നൂസിനും വാങ്ങിയതാണ്. പക്ഷെ അവർ വന്ന ദിവസം അവർക്ക് ഒരു മരണം ഉണ്ടായതുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ മോംസ് മാജിക് കാശിമോന് ഇഷ്ടമാണ്. ഈ ഒരു ചക്രവും പിന്നെ ഇതുപോലെ തന്നെ വേറെ ഷേപ്പുള്ളതാണ്, പുള്ളി പോലത്തെ ടൈപ്പ് കിട്ടുക, അതും അനിയത്തി വാങ്ങിയിട്ടോ കാശിമോന് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ നട്ട്സ് അത് ബാവ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് എനിക്കും കൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബസുമതി റൈസ് ഞാൻ മന്തിയും കപ്സൊക്കെ പഠിച്ച് തിന്നിട്ടുള്ളൂ. അപ്പോൾ തിന്ന് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോഴേ വീട്ടിലുണ്ടാക്കിയിട്ട് കുറച്ച് തോനെ തിന്നണം എന്നൊരു പൂതി. അപ്പം അങ്ങനെ പോളിക്കാരി വാങ്ങിച്ചു തന്നതാണ്. പിന്നെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ ഞാൻ കണ്ടത് എൻ്റെ അനിയത്തി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി തിന്നിട്ടോ പരിചയം, അങ്ങനെയേ ഉള്ളൂ. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയാട്ടോ ലാസ്റ്റ് ഒഴിച്ചത്, വറവിട്ടില്ല. പച്ച വെളിച്ചെണ്ണ വെച്ചാലും കറി നല്ല ടേസ്റ്റ്. തേജ് അവിടെ കിടന്നുറങ്ങാം. തേജിനെ കൂട്ടാതാണ് ഞാൻ കാശിനെ കൂട്ടാൻ പോകുന്നത്. തേജ് ഉറങ്ങണമെന്നാണ് അവനെ കൂട്ടാതെ പോകുന്നത്. അപ്പോൾ ഞാൻ വേഗം കൂട്ടി വരട്ടെ അവനെ. 3:20 ആയിട്ടുണ്ട്.
ഞാൻ കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് ചെന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോൾ ഞാൻ അംഗൻവാടിയിൽ എത്തിയാൽ ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ തേജ് അവിടെ ഒറ്റയ്ക്കില്ല. ആ ഒരു ടെൻഷൻ കാരണം മനഃപൂർവ്വം നേരം വൈകി പോയതാണ്. കാശിനെ കണ്ടപാടെ വേഗം പോകുന്നു. ഞങ്ങൾ വേഗം വീട്ടിലോട്ടേക്ക് പോരുക കേട്ടോ. കാശി ഇപ്പോൾ സ്പീഡിൽ ഓടി പോകുന്നുണ്ട്. പക്ഷേ അവിടെ അതൊരു കട കാണുന്നുണ്ട്. ആ കടേൻ്റെ മുന്നിലെത്തിയാൽ ഓട്ടം മെല്ലെ കുറയും. വേറെ ഒന്നിനല്ല, മിഠായിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ മിഠായി വാങ്ങിക്കൊടുക്കാറില്ല. പല്ല് പറ്റപ്പോൾ കേടായി തുടങ്ങിയിട്ടുണ്ട്. പല്ല് വേദന അവന് സഹിക്കാനും കഴിയില്ല. അവൻ്റെ വേദന കാരണം നമ്മളെ മനസ്സമാധാനം പോകും. അപ്പോൾ ഇത് രണ്ടും നടക്കണ്ട വെച്ചിട്ട് ഞാനത് വാങ്ങിക്കൊടുത്തിട്ടില്ല കേട്ടോ. ആ അമ്മ എനിക്ക് വിശക്കുണ്ട് എന്ന് ഉറക്കനെ പറയും. അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയും. എന്ത് എന്താ ഈ അതല്ലല്ലോ എന്നെ വിളിക്കലേ, എന്നെ അമ്മ വിളിക്കല്ലല്ലോ, എന്നെ കുഞ്ഞായേന്നല്ലേ വിളിക്കലേ. എന്താ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായില്ല. പറയടോ. വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടോക്കെ എന്നാ ജനഗണമന പാടുന്നാ തരാ. എന്ത് അങ്ങനെ കാശിക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അവൻ്റെ പാട്ടൊക്കെ കേട്ടില്ല. അപ്പോൾ അവൻ്റെ സംഭാഷണം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ വോയിസ് ഒന്നും കൊടുക്കാതെ ഇരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.